ശ്രീ എ സജീവൻ, ഇവിടെ നോക്കൂ, ഇത് ഏത് വിധത്തിലായാലും ഇതിനകത്തൊരു മാൽ പ്രാക്ടീസ്, ഇവിടെ കോടതി നിരീക്ഷിച്ചതുപോലെ ഒരു മാൽ പ്രാക്ടീസ് നടന്നിരിക്കുന്നു. പക്ഷേ ആ മാൽ പ്രാക്ടീസിൻ്റെ കാരണമെന്ന് പറയുന്നത് ദേവസ്വം ബോർഡോ ഒന്നുമല്ല. ഇപ്പോൾ എ പത്മകുമാറൊക്കെ പറയുന്നു അവിടുത്തെ സ്ട്രോങ് റൂം പോലും അദ്ദേഹം കണ്ടിട്ടില്ലെന്ന്. ശരിയാണ്, അതിൻ്റെ ക്രമം അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നയപരമായി ഇവർക്കൊരു ദിശ നൽകുകയല്ലാതെ ഈ വിഷയങ്ങളിലൊന്നും ഒരു വിധത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. ഇപ്പോൾ ആദ്യത്തെ ഈ മഹസറിൽ ഒപ്പിട്ടവരിൽ, ഉദ്യോഗസ്ഥർക്കൊപ്പം ഒപ്പിട്ടവരിൽ തന്ത്രിയുമുണ്ട്, മേൽശാന്തിയുണ്ട്. അവർ സ്വാഭാവികമായി സാങ്കേതികമായി ഒപ്പിട്ടവരായിരിക്കും, അവർക്ക് ഇതിനകത്ത് പങ്ക് കാണണമെന്നില്ല. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ബോധപൂർവം ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തെ, നയപരമായ തീരുമാനത്തെ, നിർദ്ദേശത്തെ മറികടന്ന് ഇത് പ്രായോഗികവൽക്കരിക്കുന്ന ഈ ഉദ്യോഗസ്ഥരാണല്ലോ. ഈ ഉദ്യോഗസ്ഥർ ആ തീരുമാനത്തെ മറികടന്നത് കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവായ ആ വാർത്ത പുറത്തുവിട്ടതാണ്. ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് മറ്റൊന്നാണ്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തെ അട്ടിമറിച്ച് ഈ ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് ഈ പോറ്റിയുടെ കയ്യിൽ നൽകുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ പങ്കുണ്ട് എന്ന് ബോധ്യമാകുന്ന അവിടെയാണ് മുരാരിക്കെതിരെ ഇപ്പോൾ തന്നെ നടപടിയെടുത്തതും ഈ 9 ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടി എടുക്കുന്നതിലേക്ക് നീങ്ങുന്നതും. പോലീസിലേക്ക് കാര്യങ്ങളെത്തി. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഒരുപക്ഷെ അറസ്റ്റിലാകാം. അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ ഇവിടെ വീഴ്ച പറ്റിയിരിക്കുന്നത് എവിടെയാണ് കൃത്യമായി പറഞ്ഞാൽ? ഒരുപക്ഷെ രാഷ്ട്രീയ ഗിമ്മിക്കിന് ആ ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡിനെയോ ഒക്കെ പഴിചാർത്തി പറയാം. പക്ഷേ അതിൻ്റെ സൂക്ഷ്മ തലത്തിൽ, പ്രത്യേകിച്ച് ഇത് സാധാരണഗതിയിലുള്ള ഒരു ബോഡിയല്ല, ആചാരവും വിശ്വാസവും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ദേവസ്വം ബോർഡിൻ്റെ പരിമിതി, അവിടെ ഉദ്യോഗസ്ഥർ നടത്തിയ വീഴ്ചകൾ, ക്രമക്കേടുകൾ, ഇതൊക്കെ എത്തിച്ചേർന്ന രീതികളൊക്കെ താങ്കൾക്ക് ബോധ്യമാകുന്നില്ലേ? അഹിംഷാദ് വീഴ്ചയല്ല. വീഴ്ച എന്ന് പറഞ്ഞാൽ അറിയാതെ പറ്റിപ്പോകുന്നൊരു കാര്യമാണ്. ഇത് വീഴ്ചയല്ല, ഇത് വളരെ ബോധപൂർവം. താങ്കൾ തന്നെ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡ്, അതായത് ഭരണസമിതിയുടെ അവർക്കാണുള്ള പൂർണ്ണ ഉത്തരവാദിത്വമുള്ള അവരെടുത്തൊരു തീരുമാനത്തെ മറികടന്നുകൊണ്ട് ആ മിനിറ്റ്സിൽ മാറ്റിയെഴുതുന്നു. അതൊരു ചതിയാണ്. വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു തെഫ്റ്റാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമാണത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ ഓരോ കാര്യം ചെയ്യുന്നു, ചെമ്പ് തകിടെന്ന് എഴുതി ചേർക്കുന്ന ഇവരാണ്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ ഇപ്പം പത്മകുമാറുള്ള സമയത്തോ പ്രശാന്തുള്ള സമയത്തോ വാസുള്ള സമയത്തോ അവർ എഴുതി ചേർത്തല്ല അത്. അല്ലെങ്കിൽ തന്ത്രിയോ അല്ലെങ്കിൽ മേൽശാന്തിയോ എഴുതി ചേർത്തല്ല. ഈ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെമ്പ് തകിടാണ് എന്ന് എഴുതി ചേർക്കുന്നത്. അപ്പൊ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഇങ്ങനെ പരിശോധിച്ചിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരിക്കൽ പോലും ദേവസ്വം ബോർഡ് നോക്കില്ല. കാരണം അവർ തീരുമാനം എടുക്കും. മിനിറ്റ്സ് എഴുതുന്ന ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കില്ല, അതുമായി ബന്ധപ്പെട്ട മറ്റു മെമ്പർമാരും ആരും ആയിരിക്കില്ല, ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അവർ അതിന്റെ കൂടെ 2 വരി കൂടി ചേർക്കുന്നു. അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഇതൊരു വീഴ്ചയല്ല, വളരെ ബോധപൂർവമായ ഒരു തെറ്റാണ്, കളവാണ്, മോഷണമാണ്. ആ മോഷണത്തിന് വേണ്ടിയുള്ള, ആ മോഷണം പുറത്തു വരാതിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമാണ് ഈ മിനിറ്റ്സിൽ വരുത്തിയിട്ടുള്ള മാറ്റം. അതിനുശേഷം ഈ തരത്തിൽ ചെമ്പ് തകിട് എന്ന് എഴുതി ചേർത്ത കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ. വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇപ്പൊ വസന്ത് ഇവിടെ പറഞ്ഞ പോലും എനിക്ക് അദ്ദേഹം തെറ്റിദ്ധരിച്ചാണ്. എനിക്ക് ഉള്ള അറിവ് വെച്ചുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും അതാണ് ശരിയെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ രേഖകൾ നോക്കണം. പക്ഷെ എനിക്കുള്ള അറിവ് അനുസരിച്ച്, അല്ലെങ്കിൽ പഴയ പ്രസിഡന്റ് ആയിരുന്ന വാസു പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചുകൊണ്ട്, ഇത് ദേവസ്വം ഖജനാവിലെ ദേവസ്വത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നുള്ള സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു കൊടുത്തിട്ടില്ല പൂശാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഒരു സ്പോൺസർ ആയിട്ട് മറ്റു പല ആളുകളുടെ അടുത്തൊക്കെ കാശ് വാങ്ങിയിട്ട് ഞാൻ പൂശിത്തരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപാധിയുമായി ചെല്ലുകയാണ്. അപ്പോൾ അത് കാലാകാലങ്ങളായി അയാൾ അവിടെ ചെയ്യുന്നതാണ്. മാത്രമല്ല അയാൾ ഈ മേൽശാന്തിയുടെ സഹായിയായി എത്തിയ ശാന്തി കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിലും വിശ്വാസമായി ബന്ധിതമാണ് അയാൾ. പറയൂ. അതെ, അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ മൈക്രോപ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്തൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ അദ്ദേഹം പറയുന്നു. ഇവിടുന്ന് ദേവസ്വത്തിന്റെ ഖജനാവിൽ നിന്നുള്ള സ്വർണം കൊണ്ടുപോയിട്ടില്ല പൂശുന്നത്. അവിടെയാണ് വസന്ത് പറഞ്ഞതിൽ പ്രശ്നം. ദേവന്റെ ഈ ആഭരണം അല്ലെ ദേവന്റെ സ്വത്ത് അത് പോവാൻ അത് പിന്നെ എന്താണ് വാസുവിന് അധികാരം അത് കൊടുക്കാൻ? എന്ത് വാസുവിന് അധികാരം? അദ്ദേഹം നേരത്തെ ഉണ്ടാക്കി, അദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം എവിടുന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള സ്വർണത്തിൽ കുറച്ച് ബാക്കി വന്നു. അത് ചില വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കത്ത്, ഞാൻ ഇത് എത്രയും സത്യസന്ധനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തൊരു കാര്യമാണ്. ഞാൻ സ്പോൺസർ ചെയ്യാൻ വിചാരിച്ചാൽ ഇത് പൂർണ്ണമായിട്ടും വേണ്ടിയൊന്നില്ല, ബാക്കിയുള്ളത് ചില ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് കൊടുക്കണം, അത് നിങ്ങൾ കൂടി സമ്മതിക്കണം എന്ന രീതിയിൽ അത് ദേവസ്വം ബോർഡുമായി സഹകരിച്ചുകൊണ്ട്
ചെയ്യാവുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കാരുണ്യ പ്രവൃത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അതെ, അപ്പൊ ആ ഈ കാരുണ്യ സ്പോൺസർഷിപ്പിലൂടെ പ്രവൃത്തി അദ്ദേഹം കാണിക്കുന്നതാണ്. ശബരിമലയ്ക്ക് സംഭാവനകൾ നൽകുന്നതും അങ്ങനെയാണ്. ആ സ്വഭാവത്തിലാണ് ഇതും പറയുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത്, ബസന്ത് വിചാരിച്ച പോലെ ഇവിടെ ദേവസ്വത്തിന്റെ സ്വർണം കൊണ്ടുപോയിട്ട് അത് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന പ്രശ്നമല്ല. അല്ല. അതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അതാണ് വാസു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്വർണം അത് ബാക്കി വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അദ്ദേഹമാണെന്ന് വാസുവിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. അത് ശരിയാണ്. ഞാൻ സ്പോൺസർ ചെയ്യുന്നു, അതിൽ ബാക്കി വന്ന സാധനം പിന്നീട് ഞാൻ എന്ത് ചെയ്യണം ചോദിക്കേണ്ട കാര്യം പോലില്ല. സ്വർണം പൂശി കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹം ചെയ്തു എന്ന് എത്തുമ്പോൾ പിന്നീട് ബാക്കി എന്റെ കയ്യിൽ ഞാൻ എടുത്തതിൽ കുറച്ച് ബാക്കി സ്വർണ്ണമുണ്ട്, അത് എന്ത് ചെയ്യട്ടെ എന്ന് സ്പോൺസർ ചോദിക്കേണ്ട കാര്യം പോലും. കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ഉപാധി എന്ന് പറയുന്നത് സ്വർണം പൂശി കൊടുക്കാന്നാണ്. പക്ഷെ ഇത് വളരെ തന്ത്രപരം, ഈ വെട്ടിപ്പിനെ മറച്ചു വെക്കാൻ, കുറെ കൂടി സത്യസന്ധനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോയി ചെയ്ത കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിലൊരു താങ്കൾ പറഞ്ഞ പോലെ ഇതൊരു വീഴ്ചയല്ല, കൃത്യമായ തിരക്കഥയോട് കൂടിയിട്ട് നടത്തിയിട്ടുള്ള തിരക്കഥ എന്നാണ് ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിന് ഇത് കളവാണല്ലോ. കളവൊരു തിരക്കഥ ഒന്നും അല്ലല്ലോ. വളരെ ബോധപൂർവം ചെയ്തിട്ടുള്ള ഒരു ഒരു തെഫ്റ്റാണ്. ആ തെഫ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവിടെ നമ്മൾ രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടാവാതിരിക്കാൻ ഇവരുടെ